CMRL എക്സാലോജി കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കേസിൽ PMLA സെക്ഷൻ 5 പ്രകാരമുള്ള സിവിൽ നടപടി തുടരാം. മറ്റ് ഏജൻസികൾ FIR രജിസ്റ്റർ ചെയ്യാത്തത് EDക്ക് തടസ്സമല്ല എന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം നിരവധി കോടതികൾ തള്ളിയ കേസാണെന്ന് CPIM നേതാവ് AK ബാലൻ പ്രതികരിച്ചു. കേസിൽ തുടർ നടപടികൾക്ക് ഇപ്പോഴത്തെ സർക്കാരിന് ധൈര്യമില്ല എന്ന് ഷോൺ ജോർജും വിമർശിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിലെ ED അന്വേഷണം ചോദ്യം ചെയ്ത് CMRL നൽകിയ ഹർജിയാണ് നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന് ഷെഡ്യൂൾഡ് കുറ്റകൃത്യം വേണം. FIR പോലുമില്ലാതെ ED നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്നുമായിരുന്നു CMRLന്റെ ആവശ്യം. എന്നാൽ FIRോ പരാതിയോ രജിസ്റ്റർ ചെയ്തില്ലെന്നത് EDക്ക് സിവിൽ കേസ് അന്വേഷിക്കുന്നതിന് തടസ്സമാകില്ലെന്ന് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ECIR റദ്ദാക്കണമെന്ന CMRLന്റെ ആവശ്യവും അനുവദിക്കാനാകില്ല. EDയുടെ ECIR കേസിന്റെ നിയമപരമായ രേഖയല്ല, ഓഫീസ് ഡോക്യുമെന്റ് ആണെന്നും കോടതി പറഞ്ഞു. കള്ളപ്പണക്കേസ് അന്വേഷിക്കണമെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് കുറ്റകൃത്യം ഉണ്ടായിരിക്കണമെന്ന CMRL വാദവും തള്ളി. അത് പ്രോസിക്യൂഷൻ ഭാഗത്തെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് കോടതി വ്യക്തമാക്കി. SFIOയ്ക്ക് ശേഷമാണ് ED വരുന്നത്. പിണറായി വിജയനെയോ വീണയെയോ പ്രതിയാക്കി EDയുടെ മുന്നിൽ കേസില്ലെന്നും രാഷ്ട്രീയ പ്രേരിതമായ പരാതി നിരവധി കോടതികൾ തള്ളിയതാണെന്നും AK ബാലൻ പ്രതികരിച്ചു. EDയുടെ മുമ്പിൽ ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ല, FIR ഇട്ടിട്ടില്ല. അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. അതിന് ഞങ്ങൾ ആരെങ്കിലും ഇതുവരെ എവിടെയെങ്കിലും എതിരായി നിന്നിട്ടുണ്ടോ? അതേസമയം കേസിൽ തെളിവായി മാറിയ CMRLന്റെ ഡയറി തന്റെ കയ്യിൽ കിട്ടിയാൽ അത് താൻ പുറത്തുവിടുമെന്നാണ് കേസിൽ നിയമപോരാട്ടം നടത്തുന്ന BJP നേതാവ് ഷോൺ ജോർജ് പ്രതികരിച്ചത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നടപടി സ്വീകരിക്കാൻ പുതിയ സർക്കാരിന് ഭയമാണെന്നും ഷോൺ പറഞ്ഞു. GST ആക്ട് പ്രകാരം സംസ്ഥാന സർക്കാർക്ക് ഇപ്പോൾ നിയമപ്രകാരം വീണ അറസ്റ്റ് ചെയ്യും. കാരണം നോൺ ബെയിലബിൾ ഒഫൻസാണ്. ഒരു ഫേക്ക് ഇൻവോയ്സ്, സേവനം നൽകാതെ ഒരു ഫേക്ക് ഇൻവോയ്സ് വീണയുടെ കമ്പനിയുമായി CMRL ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഫേക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വീണയാണ്. അപ്പം യഥാർത്ഥത്തിൽ GST തട്ടിപ്പ് കൂടെ നടത്തിയിട്ടുണ്ട്. 10:30 മണിക്ക് എനിക്ക് അപേക്ഷ അനുവദിച്ചു. ഉച്ചയ്ക്ക് 1 മണിയായപ്പോൾ 2 മണിക്ക് അത് ഹൈക്കോടതി സ്റ്റേ മേടിച്ചു. CMRL അതിന് കൂടിപ്പോയി സ്റ്റേ മേടിച്ചാണ്. എൻ്റെ കയ്യിൽ അത് കിട്ടിയാൽ അത് പുറത്ത് വരും എന്നുള്ളതുകൊണ്ടാകാം. പക്ഷെ അത് എനിക്ക് അനുവദിച്ച് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഡയറി പുറത്ത് വരുമ്പോൾ ഒത്തിരി പേരുടെ മുഖങ്ങൾ നമുക്കറിയാം. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ഗുണകരമായ തീരുമാനത്തിന് പ്രതിഫലമായി സേവനമൊന്നും നടത്താതെ എക്സാലോജിക് സൊല്യൂഷൻസിന് പണം നൽകിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്ന് ED വാദിച്ചു. എന്നാൽ PMLA സെക്ഷൻ 5 പ്രകാരം അന്വേഷണം നടത്താൻ മാത്രമാണ് കോടതി അനുമതിയെന്നും അതിനാൽ അറസ്റ്റ് അടക്കമുള്ള ക്രിമിനൽ നടപടികളിലേക്ക് നിലവിലെ സ്ഥിതിയിൽ പോകാൻ EDക്ക് കഴിയില്ലെന്നുമാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്. അന്വേഷണം നടത്താൻ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതോടെ സുപ്രീം കോടതിയെ സമീപിക്കാനും അറസ്റ്റിൽ നിന്ന് സംരക്ഷണം വേണമെന്നും CMRL ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചില്ല. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.